ഒരുപാട് പ്രാവശ്യം അവിടുത്തെ കൂടെ യാത്ര പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. യാത്രയിലാണ് ഒരു മഹാൻ ആരാണെന്ന് തിരിയാൻ. പല സിയാറത്തിനും ഹറമൈനിലും അതുപോലെ തന്നെ മഹാനായ ഗൗസുൽ ആലം തങ്ങൾ തൊട്ട് ധാരാളം മഹത്തുക്കളുടെ ചാരത്ത് ബഹുമാനപ്പെട്ടവരുമൊത്ത് സിയാറത്തിന് പോകാനുള്ള തൗഫീഖ് കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ജീവിതം, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ ശൈലി ഒന്ന് പറയാം. എന്താണ് ഈ കിബിർ എന്നുള്ളൊന്ന് അത് ശൈഖുനെ കുറിച്ച് അറിയുന്നവർക്കറിയാം. ഖുർറത്തു സാദാത്ത് തങ്ങൾ ഉപ്പാപ്പയെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം. ഈ കിബിർ എന്താന്നുള്ള മഹാനവർക്കറിയോ? ഈ ഹസദ് എന്താന്നുള്ളത് തിരിയോ? ഹിഖദ് എന്താന്നുള്ള ആ പദങ്ങളൊക്കെ ഉസ്താദന്മാർക്ക് അങ്ങനെ ഒന്നും ബഹുമാനപ്പെട്ടവർക്ക് എന്താണെന്ന് അറിയോ എന്നുള്ളത്. അങ്ങനെയാണ് പച്ചയിൽ സാധാരണക്കാരെ പോലെ ഒരു യാത്രയില് ചിലപ്പോ തിരിച്ചു വരുമ്പോഴാണ് താജുൽ ഉലമയുടെ മോനാണ്. അപ്പൊ ആളുകളൊക്കെ നെട്ടിപ്പോകും. പടച്ചവന് ഇങ്ങനെ 8-10 ദിവസം നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന. അപ്പൊ എന്താന്നറിയാം, നിങ്ങള് സാധാരണക്കാരെ പോലെ ഒരു ജാടയുമില്ല, ഒന്നുമില്ല. എന്നാലോ ഹക്കിന്റെ വിഷയത്തിൽ പുലിക്കുട്ടിയാണ്. ഏതൊരു പ്രധാന എന്തും മലമൂലത്തെ പ്രശ്നം വന്നാലും അവിടെ പിടിക്കേണ്ടത് പിടിക്കുകയും ചെയ്യും. അത് ശരിക്കറിയാം. 1-2 ഘട്ടങ്ങളിൽ ഈ കർണാടകയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആരെന്ത് പറഞ്ഞാലും ഹക്കായൊരു ഭാഗം അവിടെ ശരിക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അവിടെ ഏതെങ്കിലും ഒരു മുതലാളിയെന്നോ ഒരു പണച്ചാക്കുകാരൻ അങ്ങനെ ഒന്നും ഉപ്പാപ്പാക്ക് അറിയൂല. അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെ തന്നെ ഒപ്പട അൽഹംദുലില്ലാഹ് അവിടെ ഒരു വലിയ മുതലാളി, ഒരു മുതലാളി എന്ന നിലയ്ക്ക് ഒരു പ്രത്യേക സ്നേഹം. നിങ്ങൾ ആരെങ്കിലും പാപ്പിൽ ഖുർറത്തു സാദാത്തുപ്പയിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ? മുതലാളി എന്ന നിലക്കൊരു സംഭവം. അതിന് തൊഴിലാളി ഒരു പാവപ്പെട്ട ഒരു മനുഷ്യ നിലക്ക് ഒരു ചെറുതായി കാണൽ അങ്ങനൊന്നും ഇല്ലേ ഇല്ല. എല്ലാം ഒരുപോലെ. സാദാത്തുക്കളോട് മഹബ്ബത്തുണ്ട്, ആലിമീങ്ങളോട് മഹബ്ബത്തുണ്ട്. അതൊക്കെ കാണിക്കുകയും ചെയ്യും. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ബഹുമാനപ്പെട്ടവരുടെ സ്മരണ പുതുക്കുന്ന ഈ മജ്ലിസിൽ മഹാനായ ശൈഖുനാ ഖുർറത്തു സാദാത്ത് തങ്ങൾ വലിയൊരു മഹാനായിരുന്നു. താജുൽ ഉലമയുടെ എല്ലാം ഒപ്പിയെടുക്കാൻ അവസരം കിട്ടിയ ഒരു മഹാനായിരുന്നു. അവിടുത്തെ ഒരു പൊരുത്തത്തിന് വേണ്ടിയാണ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ മക്കളോടുള്ള ഒരു മഹബ്ബത്ത്, ഉപ്പാപ്പയോടുള്ള ഒരു മഹബ്ബത്ത് ഈ നാട്ടിലും പരിസരക്കാരിലും അതുപോലെ തന്നെ ആയിരങ്ങളുടെ താങ്ങും തടലും അത്താണിയുമാണ് ബഹുമാനപ്പെട്ട ശൈഖുന. പറയേണ്ടതില്ല, താങ്ങാണ്, തണലാണ്, അത്താണിയാണ്. അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ എല്ലാം ഒപ്പിയെടുക്കാൻ ആ തൗഫീഖ് കിട്ടിയ അവിടുത്തെ പൊന്നുമകൾ സയ്യിദ് മസ്ഊദ് തങ്ങൾ ചെറുപ്പക്കാരാണ്. പക്ഷേ അവിടുത്തെ എല്ലാം, അവിടുത്തെ ഉപ്പാപ്പയുടെയും എല്ലാ മഹബ്ബത്തും ഹൃദയം അൽഹംദുലില്ലാഹ് അത് ഒപ്പിയെടുക്കാൻ അവസരം കിട്ടിയ പൊന്നുമകൾ. ആ മോനിലൂടെ തന്നെ ഇവിടെ ഇന്നും അവിടുത്തെ ഉപ്പാപ്പയും കാണിച്ച ആ റൂട്ടിൽ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ പൊന്നുമോൻ, ഞങ്ങൾക്ക് മക്കളുടെ പ്രായമുള്ളൂ, ആ പൊന്നുമകൻ അല്ലാഹു ഹിമ്മത്ത് കൊടുക്കുമാറാവട്ടെ. ബാപ്പയുടെ എല്ലാം കൊണ്ടു നടക്കാനും ഉപ്പ ഏൽപ്പിച്ചു പോയ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, പലതും അത് ഏത് രൂപത്തിലും ഇപ്പോൾ പറയുന്നില്ല, ഉപ്പ ഏൽപ്പിച്ചു പോയ എല്ലാം ആ പ്രിയപ്പെട്ട പൊന്നുമകന് ഹിമ്മത്തോടുകൂടെ അതെല്ലാം നിർവഹിക്കാനും കൊണ്ടു നടക്കാനും നടത്താനും അല്ലാഹു തൗഫീഖ് കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ധാരാളം പ്രവർത്തകർ, സഹോദരങ്ങൾ, നമ്മുടെ ഹാരിസാജി, മാട്ടൂരിലെ ഹാരിസാജി, ഇവരൊക്കെ നമ്മുടെ എസ്വൈഎസിന്റെ സംസ്ഥാന നേതാക്കൾ, റഷീദ് സഖാഫി അടക്കമുള്ള ഒരുപാട് ആളുകൾ, പ്രവർത്തകര്, സഹോദരങ്ങൾ. കർണാടകയിലെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ലല്ലോ. എല്ലാവരും 2 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ്, 3 ദിവസം മുമ്പൊക്കെ ഇവിടെ വന്ന് കൂടിയിട്ട് അങ്ങനെ മഹബത്ത് കൊണ്ട് പല ആളുകളുടെ സിറാജ് ഭായി, താജുൽ ഉലമയുടെ വല്ലാത്ത മഹബത്തുള്ള ആളുകളാണ് ഇരുവൽ സിറാജ് ഭായി ഇവരൊക്കെ. അവ എല്ലാവരും ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. നമ്മുടെ ദോഷങ്ങൾ ഉപ്പാപ്പയുടെ ഹക്ക് കൊണ്ട് താജുൽ ഉലമ എന്ന നമ്മുടെ തണലും താങ്ങുമായ നമ്മുടെ ഉപ്പായാണ്, നമ്മുടെ എല്ലാമാണ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്.
ഞങ്ങളെ നീ നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ സ്വാലിഹീങ്ങൾ പെടുത്തണേ അല്ലാഹ്. ഖുർറത്തു സാദാത്ത് തങ്ങൾ പാപ്പയുടെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹ്, ഒരു വർഷമാകുന്നേ ഉള്ളൂ. ഒരു വർഷമായപ്പോഴേക്കും എന്തെല്ലാം അവസ്ഥകൾ ഈ ഉറൂസിൽ ഇന്ന് കണ്ട കാഴ്ച, ശൈഖുനയുടെ വന്നപ്പോൾ കണ്ട കാഴ്ച. ഈ ഉറൂസിന്റെ രണ്ടാമത്തെ ദിവസമാണ്. നാളെയും മറ്റന്നാളും വരുന്നേ ഉള്ളൂ. രണ്ടാമത്തെ ദിവസം ഞാനിത് പറഞ്ഞപ്പോൾ ഇന്നലത്തെ അവസ്ഥയും വല്ലാത്തൊരു സന്തോഷകരமான രംഗമായിരുന്നെന്ന് ഉസ്താദുമാരെന്നോട് പറഞ്ഞു. അർഹമുർ റഹീമീനായ റബ്ബേ, ഇന്നലെയും ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഒരുമിച്ച് കൂടിയവർ, ഒരുമിച്ച് കൂടുന്നവർ, അവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. താജുൽ ഉലമയുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. അല്ലാഹു റസൂലുള്ളാഹിന്റെ മക്കളിൽ വല്ലാത്തൊരു മൗഫഖാണ് താജുൽ ഉലമ. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഞങ്ങൾ ഖൈറിന്റെ അഹ്ലുകാരാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഖൈറിന്റെ അഹ്ലുകാരാക്കണേ റബ്ബേ. ഞങ്ങൾ മരണപ്പെട്ടവരുടെ ഖബറുകളെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഉമ്മ ഉപ്പ ഞങ്ങളാക്കിയ